സ്കൂളിൽ നിന്ന് വരണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അടിപൊളിയല്ലേ കാണാൻ? അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡേ ഇൻ മൈ. ഹലോ, കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചായ കുടിക്കണം, ദോശ ഉണ്ടാക്കണം, എന്നിട്ട് ചായ കുടിക്കണം. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ബോറടിയാണ്. ഇവിടെ ഒരാൾ ഭയങ്കര ബോറടിച്ചിരിക്കുന്നുണ്ട്. +2ൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് നാട്ടിൽ വെക്കേഷന് പോകണം, നാട്ടിൽ പോകണം. ഇവിടെ ഒരാൾ ഇരിക്കുന്നു. കോളേജ് ഇനി നാട്ടിൽ പോകണം. കോളേജിൽ ഇനി 1 മാസം കൂടി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ കോളേജിൽ പോകണം. കുട്ടി ഇപ്പോൾ എന്താ പറയാ, ഇങ്ങനെ അടിച്ച് പൊളിക്കുവാന്ന് വെറുതെ ഇരുന്നിട്ട് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും മോളും മാത്രം ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ ദോശ ഉണ്ടാക്കട്ടെ. അയ്യോ, എൻ്റെ ലൈറ്റർ എവിടെ? വാഷിംഗ് മെഷീനിൽ ഇതേ തുണി ഇങ്ങനെ പോകുന്നുണ്ട്. ലൈറ്റർ എവിടെ? അയ്യോ, ഫോണ്. ദോശ നേരത്തെ രാവിലെ ആക്കി മോനെ കൊണ്ടുപോകാൻ. അവൻ 6 മണിയാകുമ്പോൾ പോയി. പിന്നെ അടുത്ത വട്ടം നമ്മൾക്ക് ഉണ്ടാക്കേണ്ടി നല്ല അടിപൊളി ദോശ. കല്ല് ചൂടായോ? ഫോണിൽ നോക്കിയിട്ട് ദോശയുടെ ഷേപ്പെല്ലാം മാറിപ്പോയി. കേട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, ചായ കുടിക്കട്ടെ ഗൈസ്. അങ്ങനെ ചായ കുടിക്കട്ടെ, ചായയും ദോശയും കഴിക്കട്ടെ. അക്കുബാ, ദോശ നല്ല ദോശ നല്ല കറുമുറ ദോശ. അക്കു, കമോൺ. ദോശയും ഉള്ളിക്കറിയും. എല്ലാവരും ദോശയും ചട്നിയും അല്ലേ കഴിക്കുക? ഞാൻ ദോശയും ഉള്ളിക്കറിയും കഴിക്കാൻ പോകുന്നു. ദോശ, ഉള്ളിക്കറി. ചായ കാണുന്നുണ്ടോ? ചായ ദോശ ആയിക്കട്ടെ. അപ്പൊ ദോശ ഇതാണ്. അപ്പൊ ഇന്നത്തെ ഫുഡ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനുമാണ്. അപ്പോൾ കാണിച്ചിട്ടാ, ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുവാണ്. ഇത് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് അതിൻ്റെ ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുത്തു. ഇതതിനെ എന്താ പറയുക, നമുക്ക് മിക്സ് ആക്കേണ്ട ഗ്രേവി ഇതിൽ മുക്കിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ക്യാപ്സിക്കോൺ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഫ്രൈ എല്ലാം ചെയ്ത് അവിടെ വെച്ചു. ഇനി വീട്ടിൽ സോയാ സോസ് ഒഴിക്കണം, ചില്ലി സോസ് ഒഴിക്കണം, പിന്നെ ടൊമാറ്റോ സോസ്. ഈ സോസാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് ഞാനിപ്പോൾ അതിൽ വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ? സൂപ്പറല്ലേ? ഇതിൻ്റെ മുകളിൽ ലേശം സ്പ്രിംഗ് ഒണിയനും കൂടി ഇടുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കളറും ഉണ്ട്.
റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ. ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. ചോറ് നേരത്തെ ഒഴിച്ചിട്ട് ഇനി പച്ചക്കറിയൊക്കെ ഒന്ന് നെയ്യിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചോറെല്ലാം മുകളിലിടണം. അങ്ങനെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും റെഡിയായി. ഇനി കുറേ പാത്രമുണ്ട് കഴുകാൻ. അത് അവളെ കൊണ്ട് തന്നെ കഴുകിക്കണം. ഏറ്റവും പണിയുള്ളതാണ് പാത്രം കഴുകൽ. എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പാത്രം കഴുകൽ. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പാത്രം കഴുകൽ. അപ്പോൾ അവളെ കൊണ്ട് പാത്രം കഴിക്കാം. ഓക്കെ, വെച്ചു എല്ലാം ടേബിളിൻ്റെ മുകളിൽ റെഡിയാക്കി. പാത്രം അവൾ കഴുകി. സ്കൂളിൽ നിന്ന് വരണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. സ്കൂളിൽ പോയിട്ട് വന്നു. നമ്മള് സഫാരിയിലെല്ലാം പോയിട്ട് വന്നു. ഷൂ എടുത്തിട്ട് ഉള്ളിൽ വേ, ഷൂ എടുത്ത് ഉള്ളിൽ വേ, എടുത്ത് വെക്ക. കിട്ടിയാ മാത്സിന്റെ ഇത് കിട്ടിയാ? എത്ര മാർക്ക്? അപ്പോ ഇതാണ് ഫുഡ്. ഞാൻ കഴിക്കട്ടെ. അപ്പോ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് രാത്രിയായി, ഇരുട്ടായി. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണം. രാത്രിയിലാണ് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. കണ്ടോ, നല്ല ഇരുട്ടായി. കണ്ടോ, ആണ് എൻ്റെ ചെടി. ഇരുട്ടായി. 7:45 8 മണിയായി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിയാറായി, രാത്രിയായി. വൈകിട്ട് ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. എല്ലാ ദിവസവും ഇതുപോലൊക്കെ തന്നെ. സാറ്റർഡേ സൺഡേ ആണ് അധികം പുറത്ത് പോകുന്നതും സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ പോകുന്നത്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അല്ലാത്ത സമയത്ത് ഇവിടെ ചൂട് തുടങ്ങി. ജൂൺ ആവാറായല്ലോ, മെയ് കഴിയാറായി. അപ്പോൾ ചൂട് തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു വീക്ക് ഫുള്ള് ലീവാണ്. പെരുന്നാളിൻ്റെ വലിയ പെരുന്നാൾ വരുന്നുണ്ട്. അപ്പം എവിടെയെങ്കിലും പുറത്തൊക്കെ പോവും. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞാൽ വെക്കേഷനായി. ഇവിടെ സ്കൂളൊക്കെ വെക്കേഷനായി. അപ്പോൾ നാട്ടിൽ പോവും. പിന്നെ നാട്ടിലത്തെ കുറേ വിശേഷം 2 മാസം നാട്ടിലായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഒരാൾ അവിടുത്തെ എത്തി നോക്കുന്നുണ്ട്. അവനുമായിട്ട് ഞാൻ അടികൂടി. അവൻ്റെ സ്കൂളിലെ കാര്യവുമായി അടികൂടി. അവൻ എന്നോട് വഴക്കിടാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.